ഹെയർ എലക്സ കമ്പിളിപ്പുതപ്പ് മെഗാ ഇവന്റ്. കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ െന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ ൊടുക്കുന്ന മനസ്സേ എന്റെ മെഴിക്കുള്ളിൽ നിനക്കെന്തൊരിളക്കം അഴകിലൊരാമുഖമായ ഭാവം അതിലാരുമലിയുന്നൊരിന്ദ്രജാലം അഴകിലൊരാമുഖമായ ഭാവം അതിലാരുമലിയുന്നൊരിന്ദ്രജാലം പാലൊത്ത ചേലൊത്ത രാവാടയണിഞ്ഞത് കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ മനസ്സുകൊണ്ടടുത്തു വന്നിരിക്കും നിന്നെ കനവു കണ്ടിരുന്നു ഞാൻ ഉറങ്ങും മിഴിത്തൂവൽ പുതപ്പെന്നെ പുതയ്ക്കും എല്ലാം മറന്നു ഞാൻ അതിലെന്നും ലയിക്കും ആകാശത്തോണേറാം നിറമുള്ള നക്ഷത്രത്താലി ചാർത്താം നിന്നോല കണ്ണീരമും മാതമുണർത്തുന്നു കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാടിനോ ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. ശരിക്കും ഇതിൽ ഒരുപാട് കഥകൾ പറയാനുള്ളത് മുകേഷിനായിരിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊറ്റ ഇതേ ഉള്ളൂ. കാരണം ഈ സമയത്ത് നന്ദി പറയുന്ന സിദ്ദിഖ് ലാൽ എന്ന് പറഞ്ഞ 2 ഡയറക്ടേഴ്സിൻ്റെ അടുത്താണ്.
അവരുടെ എല്ലാ ചിത്രങ്ങളിലും എല്ലാ പാട്ടുകളും പാടിയത് ഞാനാണ്. അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന് ഒരുപാട് കടപ്പാടുണ്ട്. ഉന്നം മറന്ന് തെന്നിപ്പറന്ന്, അതുപോലെ അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ, അത് എന്നുകൊണ്ട് ഒറ്റയോട്. പിന്നെ നീർപ്പളുങ്കുകൾ, പിന്നെ ഞാനും ചിത്രമായിട്ട് പാടിയൊരു പാട്ടുണ്ട്, കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി. അങ്ങനെ കുറേ പാട്ടുകൾ പാടാൻ സാധിച്ചു. അത് എല്ലാം സംഗീതം ചെയ്തിരിക്കുന്ന എസ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ സാധുവായ ഒരു മനുഷ്യൻ. ബട്ട് ദ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ല, ഈ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിലെ രക്ഷകർ എന്ന് ഞാൻ പറയും. കാര്യം 1989 വരെ, ഞാനൊക്കെ 82 വന്നതാണ്. ബോയിങ് ഒക്കെ ചെയ്തിട്ട് പോലും കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും രണ്ടുപേരുടെ ഒരു ഡോമിനേഷനായിരുന്നു. അപ്പോഴാണ് റാംജി റാവു എന്ന് പറഞ്ഞൊരു സിനിമ വരികയും ഒരു പ്രതീക്ഷയുമില്ലാതെ അത് സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തപ്പോഴാണ് കഥയും അഭിനയ മുഹൂർത്തങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് നല്ല സിനിമ ഓടുമെന്നുള്ള വലിയൊരു സന്ദേശം കൊടുത്തിട്ടാണ് ആ ഒരു മാറ്റം വന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ, ഞാനത് എവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അപ്പോൾ എല്ലാം ചേസിങ് ആണല്ലോ. ഞങ്ങളെ 4 പേര് ഇങ്ങനെ വില്ലൻ ഗ്രൂപ്പൊക്കെ ഇങ്ങനെ ചേസ് ചെയ്യുന്ന ഒരുപാട് ചേസിങ് ഉണ്ട്. അപ്പം ഫ്രണ്ടിൽ ഓടേണ്ട ഞാനാണ്. അപ്പോൾ സിദ്ദിഖ് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഓടിയിട്ടും സിദ്ദിഖ് ലാൽ പറഞ്ഞ് കുറച്ചുകൂടെ ഒരു സ്പീഡും വേണം, കുറച്ചുകൂടെ ഒരു വിഗറും വേണം, ആ എനർജിയും കൂടെ വേണം. അപ്പോൾ എനിക്കറിയാം ഇതെൻ്റെ മാക്സിമം ആണ് ഞാൻ കൊടുത്തത്. ആക്ടിങ്ങിനകത്ത് ചില ചീറ്റിംഗ് ഉണ്ടെന്നും കൂടെ ഉള്ള ഒരു സംഭവം കൂടെ മനസ്സിലാകും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി, നിങ്ങൾ പറയുന്നത് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാതെ എനർജിയും കാര്യങ്ങളും സ്പീഡും ഒക്കെ നേരത്തെ തന്നെ. പക്ഷെ ഈ കൈ രണ്ടും ഇങ്ങനെ വെച്ച് ടേക്ക് ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും പറഞ്ഞു, ആ ഇത് കൈ വെച്ചിട്ടാണോ? അപ്പോൾ അതിൻ്റെ ടെയിലൻ്റ് ഉണ്ട്. നടുക്കുള്ള കഥ എന്ന് പറഞ്ഞാൽ ഈ സിനിമ 4 ഭാഷകളിൽ, തമിഴിൽ, തെലുങ്കിൽ, കന്നഡത്തിൽ, ഹിന്ദിയിലും ഒക്കെ റീമേക്ക് ചെയ്തപ്പോഴും ആ എൻ്റെ റോളെടുത്ത ഹീറോ 4 ഭാഷയിലും ഇന്ത്യ മുഴുക്ക ഇട്ട് കൊടുത്ത ഒരു ടെക്നിക്ക്. അപ്പോൾ ഒരിക്കലും മറക്കാത്ത ഒരു സിനിമയാണ് ഇൻ ഹരിഹർ നഗർ. എനിക്ക് എല്ലാവരും അവിടെ ഇരിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അഭിനേതാക്കൾ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഹീറോയിൻ എല്ലാവരെയും കാണുമ്പം അത് അവരുടെ എല്ലാവരുടെയും മുഖത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, രക്ഷപ്പെടണം, ഇത് എൻ്റെ ഒരു ചാൻസാണ്, ഇതിനകത്ത് ഞാൻ മാക്സിമം എഫർട്ട് ഇടണം. അത് ഈ സിനിമയെന്നല്ല, ആ കാലഘട്ടത്തിൽ എല്ലാവരും വേറൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഫുൾ ടൈം എന്താണ് അവിടെ, എങ്ങനെയാണ് നന്നാക്കാൻ പറ്റുന്നത്, ആ ഒരു എഫർട്ട് ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഓരോ ആൾക്കാരുടെയും മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗ്രഹാതുരത്വം തോന്നുന്ന ഒരു സീനാണത്. നിങ്ങളുടെ കൂട്ടായ്മ പോലെ തന്നെയാണല്ലോ സിദ്ദിഖും ലാലും. അതെ, സിദ്ദിഖും ലാലും വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ആരാണ് ഇതിനകത്ത് മെച്ചം എന്ന് പറഞ്ഞു. പക്ഷെ രണ്ടുപേരും ഈക്വൽ ആണെന്നാണ് ഞാൻ പറയുന്നത്. ഒരാൾ ചിലപ്പോൾ കുറച്ച് എഴുതാൻ കുറച്ച് കൂടുതൽ ഇത് കൊണ്ടെങ്കിൽ മറ്റേയാൾ അത് പറഞ്ഞു തരാൻ, രണ്ടുപേരും ഈക്വലായിട്ട് നിന്നത് കൊണ്ട് തന്നെയാണ് ആ തുടക്കത്തിലുള്ള എല്ലാ സിനിമകളും വിജയിച്ചെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ സിദ്ദിഖ് മിക്കവാറും ഈ പ്രോഗ്രാമിന് വരാറുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സിദ്ദിഖിന്റെ ഒരു ഓർമ്മ. എന്താണ് മുകേഷിന് സിദ്ദിഖിനെ പറ്റിയുള്ള ഓർമ്മകൾ? ഒരുപാട് ഓർമ്മകളുണ്ടെങ്കിൽ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന. അല്ല, എനിക്ക് ഉള്ള ഒരു വലിയ നിരാശയും ഒരു നഷ്ടബോധവും, കാര്യം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ സിദ്ദിഖ് ഈ ഒരു പ്രായത്തിൽ ഈ ഒരു സമയത്തൊക്കെ നമ്മളെ വിട്ടുപോകുന്നു. അപ്പം ബൈ ചാൻസ് സിനിമയിലൊക്കെ എത്രയോ സിനിമകൾ, ഇപ്പം സത്യന്തിക്കാട് എന്ന് പറയുന്ന ആള് നമ്മളുമായിട്ട് എത്രയോ വലിയ അടുത്ത ബന്ധമുള്ള ആളാണ്. പക്ഷേ ഒരുപാട് സിനിമകൾ കഴിഞ്ഞിട്ടാണ് എന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വിളിച്ചത്. ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അതിൻ്റെ ഒരു സമയം അല്ലെങ്കിൽ ഒരു റോള്, മുകേഷിനെയൊക്കെ വിളിക്കുമ്പോൾ കറക്റ്റ് റോളായിരിക്കണമല്ലോ. അതേപോലെ തന്നെ സിദ്ദിഖും ലാലും, റാംജി റാവു, ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, അങ്ങനെ വന്നു, ഹിറ്റ്ലർ, ക്രോണിക് ബാച്ചറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സിദ്ദിഖും ഞാനുമായിട്ടൊരു നല്ല ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത സിനിമകൾ നോക്കിയാൽ അറിയാം, അതിനകത്തൊന്നും എനിക്ക് പറ്റുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നുന്ന തരത്തിലുള്ള റോളുകളില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് ഒരു 5-6 മാസം മുമ്പ് ഗോഡ് ഫാദർ ഇറങ്ങിയിട്ട് 36 കൊല്ലോ 37 കൊല്ലോ ആയ ഒരു ദിവസം വന്നു. അപ്പം ലാലിനെ ഞാൻ ബൈ ചാൻസിൽ കണ്ട്. ഞാൻ പറഞ്ഞു, ലാലെ
ഇന്നിപ്പം ഫേസ്ബുക്കിൽ കണ്ടപ്പോഴാണ് ഇന്ന് നമ്മൾ സിനിമ ഇറങ്ങിയിട്ട് ഇത്രയും നാളായി. ഉടനെ ലാല് പറഞ്ഞു, ഒന്ന് വിളിക്ക്, നമുക്ക് സിദ്ദിഖിന് രണ്ടുപേരും കൂടെ വിളിക്കാമെന്ന്. അങ്ങനെ ഫോൺ ചെയ്ത് സിദ്ദിഖ് എടുത്തു. അപ്പം ലാല് പറഞ്ഞു ഇങ്ങനെ, എൻ്റെ അടുത്തും രാവിലെ വിളിച്ചിരുന്നു, ഞാനൊരാൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു കൺഗ്രാജുലേഷൻസ്. നമ്മൾ ആ ഓർമ്മകൾ അന്നൊക്കെ നമ്മൾ വിചാരിച്ചില്ലല്ലോ ഇത്രയും ഗംഭീര വിജയമാവും, മലയാളത്തിൻ്റെ ഒരു റെക്കോർഡാവും എന്നൊക്കെ പറഞ്ഞപ്പം വീണ്ടും ലാല് എടുത്തിട്ട് പറഞ്ഞു, മുകേഷുമായിട്ട് എത്ര നാളായി, നിങ്ങളെന്താ എഴുതുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ചിന്ത വരാത്ത? പേനേട് അടുത്ത കഥ മുകേഷിനെ വെച്ച് എഴുത്. ഒന്ന് സിദ്ദിഖ് പറഞ്ഞു ശരി എഴുതാം. അപ്പോൾ ലാല് പറഞ്ഞു എൻ്റെയും കൂടെ എഴുതിക്കോ, രണ്ടുപേരും വേണം കേട്ടോ എന്ന് പറഞ്ഞു. ഇതാണ് ലാസ്റ്റ് ഫോൺ കോൾ. അതിനുശേഷം പിന്നെ പുള്ളിയായിട്ട് എനിക്ക് സംസാരിക്കാം. അപ്പോഴത്തെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇത് എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വിളിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും പൂർത്തീകരിച്ചില്ല. ആ ഒരു പ്രോജക്റ്റും നടക്കാതെ പോയതിലുള്ള എന്തായിരുന്നിരിക്കണം അദ്ദേഹം വീണ്ടും ശക്തമായിട്ട് എഴുതാൻ പേനയെടുത്തതാണ്. എന്തായിരിക്കും എഴുതിയത്, ഇനി എഴുതിയോ? അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നിരാശ തോന്നും. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പ്രണാമം, അല്ലാതെ ഒന്നും പറയാനില്ല. മുകേഷ് ജി, ഇനിയൊരു സസ്പെൻസാണ്. 60+ ആണ് അദ്ദേഹം. ഞാൻ വയസ്സൊന്നും പറയുന്നില്ല, അതൊന്നും പറയണ്ട. ചിലപ്പോൾ 70 ആണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പാട്ടിൽ അദ്ദേഹം ഇപ്പോഴും 17 ആണല്ലോ. അപ്പോൾ എന്തായാലും ശശികുമാർ ഒരു സർപ്രൈസ് തരാൻ പോവാണ്. 60 vs 6 ഒരു പാട്ടൂടെ. അതിന് ഞങ്ങൾ ഒരാളെ തരാം. ശശികുമാർ ഇതാ 6 വരുന്നു. 6er ഭാവയാമി, നമ്മുടെ എല്ലാം പ്രാണിക്കുട്ടിയാണ്. कोरा कागज था ये मन मेरा मेरा मेरा, लिख लिया नाम इस पे तेरा तेरा तेरा। कोरा कागज था ये मन मेरा, लिख लिया नाम इस पे तेरा। सुना कंठा जीवन मेरा, बस गया प्यार इस पे तेरा। सपने मैं डरता हूँ, इस दिन सपनों में देखा करता हूँ। टूट न जाए सपने मैं डरता हूँ, इस दिन सपनों में देखा करता हूँ। नैना खजरारे मतवारे ये इशारे, काली दर्पण था ये मन मेरा, रच गया रूप इसमें तेरा। कोरा कागज था ये मन मेरा, लिख लिया नाम इस पे तेरा।
कोरा कागज था ये मन मेरा, लिख लिया नाम इस पे तेरा। फूलों के खिलने से पहले मेरे मेरे मीनों के मिलने से पहले, हाँ बागों में फूलों के खिलने से पहले, मेरे मेरे मीनों के मिलने से पहले, कहाँ की ये बातें ऐसी रातें, टूटा तारा था ये मन मेरा, बन गया चाँद के तेरा। कोरा कागज था ये मन मेरा, लिख लिया नाम इस पे। വാക്കുകളില്ല, അതാണ് എൻ്റെ ഒരു അവസ്ഥ. വേറൊന്നുമല്ല, ഇങ്ങനൊരു മുഹൂർത്തം ലോകത്തൊരിടത്തും ഉണ്ടായി കാണാൻ വഴിയില്ല. കാരണം ഈ ഒരു ഏജ് ഡിഫറൻസിൽ ഇത്ര മനോഹരമായ ഒരു പാട്ട് രണ്ടുപേരും നന്നായിട്ട് പാടി. പക്ഷേ മോള് തകർത്ത് കളഞ്ഞല്ലോ. ഈ അങ്കിളിന്റെ കൂടെ ഒപ്പം പിടിച്ചു നിന്നല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് പറയുന്നു? ഒന്നും പറയാനില്ല. ഈ പ്രായത്തിൽ ഈ പാട്ടൊക്കെ പാടുമ്പോൾ ശരിക്കും കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. അത്രയും സൂപ്പർബായിട്ട് പാടി. അല്ല, ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങളാണ് നമ്മൾ മിസ് ചെയ്തത്. അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്. ഇതേ കണക്കുള്ള, പക്ഷെ ഇങ്ങനെ വന്നിട്ടില്ല. 6 മുതൽ 60 വരെ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നു, ഇതൊക്കെ പണ്ടൊന്നും ഇതൊന്നും നമ്മുടെ ടെക്നോളജി വളരാത്തതുകൊണ്ട് ഇതൊന്നും റെക്കോർഡ് ചെയ്തൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പോ 60 വയസ്സായാലും ഭാവയാമിക്ക് ഇത് കാണാം. ഭാവയാമി 60 വയസ്സ്, എൻ്റെ 6 വയസ്സിലാണ് എന്ന് പറഞ്ഞിട്ട് വിലയിരുത്താം. എങ്ങനെയാണ് ഞാൻ വളർന്നത്, അന്ന് ഞാൻ എങ്ങനെയായിരുന്നു, ഇന്ന് ഞാൻ എങ്ങനെ വന്നു. ഇത് രാജേഷ് ഖന്നയല്ലേ ഈ അതെ അതെ, രാജേഷ് ഖന്ന. ആരാധന എന്ന് പറഞ്ഞാൽ സൂപ്പർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ സ്ക്രീനിൽ പലരും വേറെ ഒരുപാട് നടന്മാരുടെ പേരൊക്കെ പറയുമെങ്കിലും അനലൈസ് ചെയ്യുമ്പം ദ ഒൺലി സൂപ്പർ സ്റ്റാർ ഇസ് രാജേഷ് ഖന്ന. കാര്യം രാജേഷ് ഖന്നയെ കണ്ടിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് ഇന്ത്യൻ ജനത വന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ പാട്ട് തന്നെ കേൾക്കുമ്പം കൊറാക അങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. കാര്യം അദ്ദേഹം അങ്ങനെയാണ്, ഒരു സ്റ്റൈലാണ്. കൊറാക എന്ന് പറയത്തില്ല, കൊറാക എന്ന് പറയും. കാര്യം അതുവരെ നമ്മുടെ മനസ്സിൽ ഇത്രയും കൊല്ലമായിട്ടും പതിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ പാട്ടെന്ന് പറഞ്ഞാൽ മരണമില്ല. ഈ മുഹൂർത്തം എല്ലാം കൊണ്ടും ഇന്ന് വന്നത് മുതലായി. ഇപ്പോഴാണ് ശരിക്കും ഗോവിന്ദായത്. വല്ലാത്ത ചതിയായി. നിനക്ക് കുഴപ്പമില്ല, എന്നെ ഇവിടെ പലർക്കും അറിയാം. എങ്ങനെയെങ്കിലും വിസ ശരിയാക്കി പോലീസ് പിടിക്കുന്ന നാട് വിടണം. പിന്നെ പോലീസും ചെയ്യാൻ പറ്റില്ല. നീയല്ലേ പറഞ്ഞ ജയിലിൽ ഉണ്ട തിന്നാൻ കിട്ടും, പോയി തിന്നടാ. മതി കുറെ നേരം തുടങ്ങിയിട്ട്. കാര്യങ്ങളുടെ ചൂടാറുന്നവരെ മുറിക്ക് പുറത്തിറങ്ങട്ടെ കുറച്ചു കാലത്തേക്ക്. ബാ, വരുന്നില്ലേ? ആ വരാ. കൊന്നു കൊടലെടുക്കും. കൊല്ലംകാരുടെ സ്വഭാവം പറഞ്ഞിടാ. ഒരു ഗംഭീര അടി നടത്താൻ വരും. കൂടെ വന്നോളാം. ഞാൻ നിൽക്കൂല. കാരണം കൂടുതൽ പെർഫോമൻസ് കാണിച്ച് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇവന്മാരുടെ ഇടി കൊണ്ട് നിന്റെ ഷേപ്പ് പറഞ്ഞു ഞാൻ കാണേണ്ടി വരും. ഞാൻ നിൽക്കൂല. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ നിൽക്കൂല. ഞാൻ പോയിക്കോളാം. ബെസ്റ്റ് ജാതകം. ആരുടെ? നിന്റെ.
കാലെടുത്ത് കുത്തി കടപ്പാടം പോയി കിട്ടി. അതിന് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, നിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഇടി വെട്ടി വേനെ തലേ പാമ്പ് പിടിച്ചു. എവിടെ വെച്ച്? ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച്. എപ്പോ? ഒരു 7:30 ആയി കാണും. ഇവിടെ മരക്കെടുന്ന നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞതാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? എവിടെ പോയി കിടക്കാനാ? തൽക്കാലം പെട്ടി കൊണ്ട തങ്ങന്റെ കട വെക്കാം, എന്നൊരു സ്ഥലം തപ്പാം. വാ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പം വല്ലാത്ത സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ചെയ്ത് വെച്ചു അങ്ങനെയൊന്നുമല്ല, ഇതിനകത്തൊക്കെ വന്ന് പെടാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്നുള്ളതാണ് കാര്യം. ഇപ്പം ഈ ഇലക്ഷൻ കുറേ ദിവസമായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 59 ദിവസം ഞാൻ ഇലക്ഷൻ പ്രചരണത്തിനായിരുന്നു. പല സന്ദർഭങ്ങളിലും പല സ്ഥലത്തൊക്കെ ചെല്ലുമ്പം കൊച്ചു കുട്ടികൾ ഈ കാക്കക്കുയില്, ഗോഡ് ഫാദർ, അരിയർ നഗറിലൊക്കെ ഉള്ള ഭാഗങ്ങൾ അഭിനയിച്ച് കാണിക്കുകയാണ്. അവര് ജനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവര് അച്ഛനും അമ്മയും ജനിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ തലമുറകളായിട്ട് ഇതിനകത്തൊക്കെ ഹ്യൂമർ ഉള്ളത് കൊണ്ടാണ്. ഹ്യൂമറിൻ്റെ ഒരു ശക്തി അത് കഥയുമായിട്ട് ബ്ലെൻഡ് ചെയ്തുള്ള ഹ്യൂമർ ആയിരിക്കണം, എന്നാൽ മാത്രമേ മലയാളികൾ അപ്രിഷ്യേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. ഇതൊക്കെ ജെനുവിൻ ഹ്യൂമറും മലയാളി ഹ്യൂമറും നമ്മുടെ നാട്ടിൻ്റെ നാടൻ ഹ്യൂമറും ആയതുകൊണ്ട് ഒരിക്കലും മരണമില്ല. എപ്പോൾ ഏത് കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞാലും ഇത് നടന്ന ഒരു സംഭവം കേരളത്തിൽ ഇങ്ങനെ നടക്കും, നടന്നുകൊണ്ടേയിരിക്കും. കാര്യം നമ്മുടെ സംസ്കാരം അതാണ്. ഇന്നസെൻ്റ് ഏട്ടൻ ഒന്ന് പതറിപ്പോയ ഒരു സംഭവം പിന്നെ ഹൈദരാബാദിലാണ് ഇത് ഷൂട്ട് ചെയ്തത് മുഴുവൻ. ഒരു ദിവസം ഞങ്ങൾ ഗോൾക്കണ്ട ഹോട്ടലിലാണ് താമസിക്കുന്നത്, എല്ലാവരും ഫുൾ ക്രൂ. അപ്പോൾ ഞാനും ഇന്നസെൻ്റ് ഏട്ടനും കൂടെ എൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പം, ലോബിയിൽ നിന്നപ്പം ഒരു സംഘം വന്ന് കയറി. അവർ വേറെ എന്തോ തെലുങ്ക് പാർട്ടീസാണ്. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് ഒരു സ്ത്രീ എന്നെ നോക്കിയിട്ട്, മുകേഷ് അല്ലേ? ഞാൻ പറഞ്ഞ് അതെ. അയ്യോ നിങ്ങളെന്താ? ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഷൂട്ടിങ്ങിനാണ്. അപ്പം ഇന്നസെൻ്റ് ഏട്ടൻ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഞങ്ങൾ തെലുങ്ക് ദേശം പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഇവിടെ ഉണ്ട്. അപ്പം ഞാനും ഒക്കെ തെലുങ്ക് ദേശത്തിൻ്റെ പ്രവർത്തകയാണ്. ആ നിൽക്കുന്ന വേറൊരു സ്ത്രീയെ കാണിച്ച്, ഇവിടുത്തെ മെയിൻ ഒരു ലീഡറാണ്, അവർക്ക് മലയാളം അറിഞ്ഞൂടാ. അപ്പോൾ അവരിങ്ങോട്ട് വന്നു. അപ്പോൾ പറഞ്ഞു ഇത് മലയാളത്തിൽ വലിയ ഹീറോ ആണ്, ഇദ്ദേഹത്തിൻ്റെ പടമൊക്കെ കാണണം, ഭയങ്കര എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഒരാളോടുണ്ട്, ഇന്നസെൻ്റ് ഏട്ടൻ. അപ്പോൾ ഈ ആദ്യം വന്ന സ്ത്രീ ഭയങ്കരമായിട്ട് അങ്ങ് എക്സൈറ്റഡ് ആയി. അയ്യോ ഇന്നസെൻ്റ് സാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മറ്റേ ഇത് ഇന്നസെൻ്റ് ഭയങ്കര കൊമേഡിയനാണ്. ഉടനെ തെലുങ്ക് ദേശത്തിൻ്റെ ആ സ്ത്രീ നമസ്കാരല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമയം നിന്ന് സംസാരിച്ച് എന്നിട്ട് അവർ പോയി. അത്രയേ ഉള്ളൂ സംഭവം. പിറ്റേ ദിവസം ഞാൻ മോഹൻലാലിൻ്റെ അടുത്തും പ്രിയൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, ഇന്നലെ ആള് ഒന്ന് ഷൈൻ ചെയ്ത് പോയിരിക്കുകയാണ്. തെലുങ്ക് ദേശത്തിൻ്റെ 2 പ്രവർത്തകരും ഇന്നസെൻ്റ് ആയിട്ട് കുറേ നേരം സംസാരിച്ചു. പുള്ളിയുടെ മുറി ഹിന്ദിയിലൊക്കെ ചാമ്പി. അങ്ങനെ അവർക്ക് ഭയങ്കര അപ്രിസിയേഷനായിട്ട് പോയിട്ടുണ്ട്. ഇനിയും ഇതുവഴി വരുമ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പോയതെന്ന് പറഞ്ഞു. ഇത്ര എനിക്കറിയാം. എനിക്ക് ഹിന്ദി അത്ര അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇവരാ എങ്ങനെയാണ് എന്താ സംസാരിച്ചതെന്ന് അറിഞ്ഞൂടാ. പക്ഷേ എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. മോഹൻലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാ ഭയങ്കര ഇഷ്ടമാണ്. മോഹൻലാൽ നീ കൂടെ നിന്നോണേ. അപ്പം ഇതേപോലെ കൂടെ നിന്നെന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ ഇല്ല എന്ന് പറയുന്നത് ആ സംഭവത്തിന് നേരെ ഓപ്പോസിറ്റ് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു എന്താണ്? അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ മോഹൻലാൽ പ്രിയനാന്ന് ഇതിനകത്ത് ഇടപെടുന്നില്ല, വേണ്ട പാവം എന്നൊക്കെ പറയുന്നെങ്കിലും തമാശ നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം മോഹൻലാൽ പറഞ്ഞു ഇന്നലെ നിങ്ങൾ തെലുങ്ക് ദേശത്തിൻ്റെ ആരെങ്കിലും കണ്ടായിരുന്നു? കണ്ട് ഇവനുണ്ടായിരുന്നു. അതിനകത്തൊരു സ്ത്രീ മലയാളി ഇവിടെ വന്ന് തെലുങ്ക് ദേശത്തിന് എന്നൊക്കെ പറഞ്ഞു. ശരി, പിന്നെ നിങ്ങളെന്താ പറഞ്ഞാൽ അവർക്ക് 50,000 രൂപ ഡൊണേഷൻ കൊടുക്കാം. ഇന്നസെൻ്റ് ഏട്ടൻ ഞാൻ പറഞ്ഞിട്ടില്ല. അവരിപ്പോൾ രാവിലെ വന്നു. ഇന്നലെ അവിടെ ഗോൾക്കണ്ട പാലസിൻ്റെ അവിടെ പിന്നെ അവർ സംസാരിച്ചു 50,000 രൂപ നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനാ എന്ന് പറഞ്ഞു. എടാ ഞാൻ പറഞ്ഞ നിങ്ങൾ ഹിന്ദിയിലല്ലായിരുന്നു, എനിക്കെങ്ങനെ അറിയാം? എനിക്കറിഞ്ഞൂടല്ലോ, ഹിന്ദി അറിഞ്ഞൂടല്ലോ നമുക്ക്. 50,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ പതുക്കെ പറഞ്ഞാൽ പിന്നെ അറിയാം. ഇത് പടപടപടപടാ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ഹിന്ദി അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് ഞാൻ പറഞ്ഞ് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ അങ്ങോട്ട് പോയി ഇച്ചിരി ഒന്ന് തട്ടി. അപ്പം മോഹൻലാൽ അറേഞ്ച് ചെയ്ത് അവിടുത്തെ ഒരു പ്രൊഡക്ഷൻ മാനേജർ വന്നു, തെലുങ്കന വന്നിട്ട് പറഞ്ഞു ഇന്നസെൻ്റ് ഗാരു. ഉടനെ ഞാൻ പറഞ്ഞു ചേട്ടാ തെലുങ്ക് ദേശത്തിൻ്റെ ആരാന്ന് തോന്നുന്നു. ഇന്നസെൻ്റ് ഏട്ടാ എന്താ? ഒന്ന് അയാൾ ഈ തെലുങ്കിൽ പറഞ്ഞു. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു 50,000 രൂപ കണ്ട് ഇന്നലെ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് പിരിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്നസെൻ്റ് പറഞ്ഞു അമ്മയാണ് അച്ഛനാണ്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നെ നോക്കും. ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടല്ലോ, നിങ്ങൾ ഭയങ്കര പടപടപടപടാ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫോൺ
മോഹൻലാലിൻ്റെ കൊടുക്കാം ഓക്കെ സോറി സാർ കൊടുത്തപ്പോൾ അവിടുന്ന് തെലുങ്കിലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുക. അതിനകത്തെല്ലാം 50,000 ലാഖിലൂടെ ഞങ്ങളുണ്ട് വേണ്ട 50,000 എൻ്റെ അടുത്ത് എടാ ഇത് എന്തൊരു കഷ്ടം, എനിക്കങ്ങനെ 50,000 രൂപ തെലുങ്ക് ദേശത്തിന് കൊടുക്കേണ്ട ആവശ്യം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പ്രിയം പറയും ഡേ പൊളിക്ക് കേട്ടാ, പുള്ളി ഡയലോഗൊക്കെ ഉള്ളതാണ്. ഈ 50,000 രൂപയുടെ പ്രശ്നത്തിൽ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് പ്രിയൻ്റെ അടുത്ത് ഇന്നസെന്റ് ഏട്ടൻ വന്ന് പറഞ്ഞു എനിക്കൊരു ഉപകാരം ചെയ്യൂ. അപ്പൊ ഇന്നസെന്റ് പ്രിയം വിചാരിച്ച് ഒരു 50,000 രൂപ കടം ചോദിക്കുക, അല്ലെ റെമുണറേഷനിൽ പിടിച്ചോ ഒരു 50,000 രൂപ ഇതങ്ങ് അങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചെന്ന്. പുള്ളി പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം. പ്രിയം പറഞ്ഞു എന്താ? എനിക്ക് വീട്ടിൽ പോകണം, കുറച്ച് ദിവസം കഴിഞ്ഞ് വരാം ഞാൻ. അതങ്ങനെ നാളെ ഇന്ന് വൈകുന്നേരം ഷൂട്ടിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വീട്ടിൽ പോകണം. പുള്ളി എൻ്റെ അടുത്ത് മോഹൻലാലിൻ്റെ അടുത്ത് പറഞ്ഞ് അടി 2 അടിയാണ് കേട്ടോ, തമാശ കാണിച്ച് അങ്ങേര് ഡയലോഗ് തെറ്റിക്കുന്ന മാത്രമല്ല വീട്ടിൽ പോകണം. പിന്നെ എല്ലാവരും കൂടെ ആ പ്രൊഡക്ഷൻ മാനേജർ എല്ലാവരും കൂടെ വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഞങ്ങളൊരു തമാശ കാണിച്ചാണ്. ഇല്ല അതല്ലെങ്കിൽ തന്നെ എനിക്ക് വീട്ടിൽ പോകണമായിരുന്നു, വീട്ടിലൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചിരിച്ച് കളിച്ച് പോയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു വല്ലാത്ത ചൈത്തായി പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ആനയ്ക്കും അടി പതറും. എന്തെല്ലാം അനുഭവങ്ങളാ അല്ലേ മക്കളെ? നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു.
മുതലാളി വന്നിരിക്കുന്നു. അച്യുതന്റെ അറബി മുതലാളി. അറബി മുതലാളിയാ? എവിടെ? ഇതവിടെ മുറ്റത്തിക്കുന്നു. നമ്മുടെ കവലയിൽ കിടന്ന് കറങ്ങായിരുന്നു. അവന്മാർക്ക് എങ്ങനെ അറബിയുടെ ഭാഷ അറിയാ? ഞാൻ പണ്ട് വർക്ക്ഷോപ്പിലായിരുന്നപ്പോ തൊട്ടടുത്ത മദ്രസയിൽ കുറച്ച് അറബി പഠിച്ചു. അതോട്ട് ഞാൻ ഇങ്ങ് വിളിച്ചോണ്ട് വന്നു. അതാണ് ഇന്ത് കവാൽ. അറബി ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതാ. ഒരു നമസ്കാരം അടിച്ചുവിട്. നമസ്കാരം. ഇരിക്ക. ഓ സാത്തേക്. നീ ഒരു കസാര എടുത്തിട്ട് വരാം. ബുബ്രോ സാത്തേക്. അമ്മാവൻ ഇരിക്കും. സാത്തേക്. സലാമി സബാൽക്കേ വേർന്ന ഷുഗർ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദ് എന്ത് ഹറാമി. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. ഓ നമസ്കാരം. ബേബി ഐനു അച്യുത് മാമ. അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണെന്ന്. അച്യുത് അമിനോ കി സൽദാർ. അച്യുത് അമിനോ കി സൽദാർ. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ എല്ലാ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. അച്യുത് സലാല മുക്തി. അച്യുതൻ അമ്മാവനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ പറഞ്ഞേച്ചിരിക്കുക. ഏയ് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അച്യുത് മാമ കലാവി സേവദാൻ. കിമോത്തോ അൽബാനി. ഹറാമി. എത്ര വേഗം തെറ്റുകൾ പരിഹരിച്ചു. അച്യുതൻ അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്യുത് അതീതി അതീതി. അച്യുതനെ പോലെ സത്യസന്ധന ഒരു മനുഷ്യനെ എന്റെ അറബി ജീവിതത്തിൽ ഇന്നേരായിട്ടും കണ്ടിട്ടില്ല. അവൻ എന്റെ ജോലിയാ. മാമ കലാവി സേവദാൻ. സഞ്ജിത് ആൽബ. കൽക്കത്ത ബാത്തർ കരേള ബാത്തർ. കൽക്കത്തയിലും കേരളത്തിലും ഓരോ ഫാക്ടറികൾ പണിയാൻ ഞാൻ ആലോചിക്കുന്നു. അച്യുത് സബടി ബലസു. അച്യുതനാണ് 2 ഫാക്ടറിയിലെയും ജനറൽ മാനേജർ. അല്ലെങ്കിലും അച്യുതൻ ഭാഗ്യവാനാ. ഇത്രയും വലിയൊരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ. അച്യുത് മാമ കലാവി സേവദാൻ. സിന്നു മധുക്കാട്ടി. ഈ ചായ കുടിച്ചില്ല. വേണ്ട, വരുന്ന വഴിക്ക് കുടിച്ചു. ഈ മലയാളം വരുന്ന വഴിക്ക് കുടിച്ചെന്ന് പറഞ്ഞു. അത് വരുന്ന ബാക്കി കുടിച്ചു എന്ന് പറഞ്ഞാൽ അറബിയിൽ പോകാൻ തിടുക്കമുണ്ടെന്നർത്ഥം. മക്കളെ ഗംഭീരമായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഗംഭീരമായിരുന്നു. താങ്ക് യു സർ. ഭയങ്കര സന്തോഷമായി. കാര്യം കിമോത്തി അൽബാനി എന്നൊക്കെ അന്ന് പറഞ്ഞ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്തൂടെ പോയപ്പം ഒരു ഹോട്ടലിന്റെ പേര് കിമോത്തി അൽബാനി. നാട്ടുകാർക്കൊക്കെ ഇത് പടം കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷെ അത് ആ മനസ്സിൽ തറച്ചിരിക്കുകയാണ് ആൾക്കാരുടെ. വേറൊരു സ്ഥലത്തൂടെ പോയപ്പോഴത്തേക്ക് കൊല്ലത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് പോൾ ബാർബർ. അപ്പൊ ആ കാലഘട്ടത്തില് ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞതാണ്. ഇപ്പൊ ഇത്രയും നിങ്ങൾ പറഞ്ഞില്ലേ, ഇതൊന്നും എനിക്ക് ഒരു ഡയലോഗ് ഓർമ്മയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്നുവെച്ചാൽ അറബ് ഭാഷ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. ആ സമയത്ത് കാണാതെ പഠിച്ച് പറഞ്ഞ അല്ല കാണാതെ പഠിച്ച് പറഞ്ഞില്ല അതിന്റെ ടൈമിങ് അങ്ങ് പോകും. കേട്ട് പറയാൻ പറ്റത്തില്ല. പടപട പറയുന്ന സംഭവമാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അത്രയും സ്ട്രെയിൻ എടുത്തത് കാണാതെ പഠിച്ച് ഇങ്ങനെ ഒരു സ്കിറ്റിൽ, അതും പാട്ട് പാടുന്ന കുട്ടികൾ, ഭയങ്കര അത്ഭുതമായിരിക്കുന്നു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുന്നത് തന്നെ വലിയ റിസ്ക്കാ. സാധാരണ പോലെ നമുക്ക് കയ്യിൽ നിന്നിട്ടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് തന്നെ പറയണ്ടേ. ഇത് തന്നെ പറയുന്ന അറബി കറക്റ്റായിട്ട് എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നു. ഈ അറബിയുടെ പേരെന്തോന്നറിയോ? കുറിഞ്ഞി. കുറിഞ്ഞി. മുകേഷ് അങ്കിളേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഞാനും കൊല്ലത്താ. ആയിരിക്കും. ഞാനും കൊല്ലച്ചൻ എനിക്ക് വീട് കാണിച്ചു തന്നിട്ടുണ്ട്. രണ്ടുപേരും പ്രായം വെച്ചിട്ട് വോട്ട് ചെയ്തോന്ന് ചോദിക്കാനും പറ്റത്തില്ല. അടിപൊളി കേട്ടോ. താങ്ക് യു. നിങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാലയ്ക്ക് മോനെ. താങ്ക് യു. കല്ലാക്ക്
മുകേഷ് അങ്കിൾ. MG അങ്കിളെ വെൽക്കം. കമ്പിളി പുതപ്പെന്ന ഈ മെഗാ ഷോ സൂപ്പറായി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സമയം പോയത് അറിഞ്ഞില്ല. കുറെ പാട്ടും സ്കിറ്റും ഡാൻസും, പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന മുകേഷിന്റെ അവതരണം. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു കാര്യം അവതരിപ്പിക്കുന്നതിൽ അതിൻ്റെ ആ സുഖം, അതിൻ്റെ അളവ്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് അനുഭവ കഥകൾ പങ്കുവയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് മുകേഷിൻ്റെ കൂടെ കേട്ടാലും നമുക്ക് ബോറടിക്കില്ല. അത്രത്തോളം വാക് ചാതുർത്ഥ്യമുള്ള, സരസ്വതി നാവിൽ വിളയാടുന്ന ഒരു അതുല്യ കലാകാരനാണ് മുകേഷ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമാണ് എന്ന് പോലും അറിഞ്ഞൂടായിരുന്നു. ഇപ്പോൾ വിളിച്ചപ്പം ഒരു ഇവൻ്റാണ്, അത് ടോപ്പ് സിംഗറിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കുറേ നാളായിട്ട് ഇത് വന്ന് നേരിട്ട് പാട്ട് പാടുന്നത് കേൾക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് കമ്പിളിപ്പുതപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അത് എൻ്റെ കുറേ ഗാനങ്ങളും കുറേ സീൻസും എല്ലാം കുട്ടികൾ, അതും പാട്ട് പാടുന്ന കുട്ടികൾ അഭിനയിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു. ഇതിപ്പരം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമില്ല. പിന്നെ കമ്പിളിപ്പുതപ്പ് എന്ന് പറയുന്നത് ശരിക്കും റാംജി റാവു സ്പീക്കിങ്ങിൽ കമ്പിളിപ്പുതപ്പ് എന്ന് പറയുമ്പോൾ കേക്കാമയ്യ എന്ന് പറയുന്ന ഒരു സീൻ പിൽക്കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ശരിക്കും കേൾക്കാൻ വയ്യ എനിക്ക്. ഞാൻ പറഞ്ഞ് കേൾക്കാൻ വയ്യ കേട്ടോ എന്ന് പറഞ്ഞപ്പം അദ്ദേഹം കമ്പിളിപ്പുതപ്പ് ടെക്നിക്കില്ലേ. അപ്പം ഞാൻ പറഞ്ഞ് സത്യമായിട്ട് സിനിമയിലുള്ള കാര്യമല്ല, എനിക്ക് ശരിക്കും കേൾക്കാൻ വയ്യ. അപ്പോൾ അപ്പുറത്തുനിന്ന് സിനിമയാ, ഞാൻ സിനിമയിലുള്ള കാര്യമല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് റാംജി റാവുല്. അയ്യോ അതല്ല, അതായത് റാംജി റാവുലുള്ള ഈ കമ്പിളിപ്പുതപ്പ് പ്രയോഗം മലയാള ഭാഷയുടെ ഒരു ഭാഗമായി മാറി. കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞ ടെക്നിക്ക് എല്ലാവരും കമ്പിളിപ്പുതപ്പെന്ന് പറഞ്ഞു തുടങ്ങി എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ താങ്ക്സ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 40 കൊല്ലത്തെ ചരിത്രം ഒരു ഓട്ടപ്രദർശനത്തിലൂടെ ഇവിടെ നമുക്ക് ഓർക്കാൻ പറ്റി. അത് എല്ലാവരും ആസ്വദിക്കാനും പറ്റി. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യം വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുന്നത്. അത് എനിക്ക് ഓർക്കാൻ പറ്റി, അത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ കമ്പിളിപ്പുതപ്പ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു എപ്പിസോഡായി മാറുന്നു. താങ്ക് യു വെരി മച്ച് ഫ്ലവേഴ്സ്. എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ പകുതി തൊട്ട് കാണാൻ തുടങ്ങിയവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റിപ്പീറ്റ് ടെലികാസ്റ്റ് കാണണം. കാണാതിരിക്കുന്ന ഒരു നഷ്ടമാണ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.